നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വനം നിയമ ഭേദഗതി മലയോര കർഷകരുടെ മരണമണിയാണെന്ന് അഡ്വക്കേറ്റ് PC ജോസഫ് ex-MLA വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വൈദ്യുത ചാർജ് വർധനയ്ക്കെതിരെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റി KSCB AE ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫെഡ് തൊടുപുഴ താലൂക്ക് സമ്മേളനം നടത്തി. UDF ഇടുക്കി ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ വനനിയമത്തിൽ മാറ്റം വരുത്തുവാനുള്ള നീക്കത്തിൽ നിന്നും വനം വകുപ്പും സർക്കാരും അടിയന്തരമായി പിന്മാറണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളദേശം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം നടത്തി. BEFI സംസ്ഥാന ജനറൽ സെക്രട്ടറി N സനിൽ ബാബു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള വനം നിയമ ഭേദഗതി മലയോര കർഷകരുടെ മരണമണിയാണോ എന്ന് അഡ്വക്കേറ്റ് PC ജോസഫ് ex-MLA ചോദ്യമുയർത്തി. ഈ നിയമ ഭേദഗതി എതിർത്ത് തോൽപ്പിക്കുവാൻ കേരളത്തിലെ കർഷക ജനതയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അനേക കർഷക ഭവനങ്ങളിൽ നിന്ന് റാന്നിയിലെ മത്തായിയുടെ വീട്ടിൽ നിന്ന് ഉയർന്നതുപോലുള്ള ദീനരോധനങ്ങൾ കേരള സമൂഹത്തിന് കേൾക്കേണ്ടി വരുമെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വനം നിയമ ഭേദഗതി മലയോര കർഷകരുടെ മരണമണിയാണോ എന്ന് അഡ്വക്കേറ്റ് PC ജോസഫ് ex-MLA. വനം വകുപ്പിന്റെ അന്യായത്തിനെതിരെ സമരം ചെയ്യുകയോ സമൂഹമാധ്യമങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്താൽ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. എതിർക്കുന്ന ആളെ ഉരുക്കുമുഷ്ടിയാൽ നിശബ്ദമാക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ. ഒരു കർഷക വിരുദ്ധമായിട്ടുള്ള നിയമം കൊണ്ടുവരുവാൻ അനുവദിക്കില്ല എന്നാണ് ആ മുന്നണിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ബോധ്യം. അപ്പോൾ ഇതിനെതിരായിട്ട് കർഷക പ്രക്ഷോഭങ്ങൾ സ്വാഭാവികമായും EFN വിരുദ്ധ പ്രക്ഷോഭം പോലെ ESI വിരുദ്ധ പ്രക്ഷോഭം പോലെ ബഫർ സോണിൻ്റെ അനിയന്ത്രിതമായ ഏരിയയ്ക്കെതിരെ ഉണ്ടായ സമരം പോലെ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഈ നിലപാട്, ഈ നിയമം പിൻവലിച്ച് കൃഷിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതിന് വനംവകുപ്പ് തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാൻ. വനംവകുപ്പ് സമാന്തര സർക്കാരാണെന്ന് പൊതുബോധം അരക്കിട്ടുറപ്പിക്കുന്ന ഈ നിയമ ഭേദഗതിക്ക് കൂട്ടായി എതിർത്ത് തോൽപ്പിക്കാൻ കേരളത്തിലെ കർഷക ജനതയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അനേക കർഷക ഭവനങ്ങളിൽ നിന്ന് റാന്നിയിലെ മത്തായിയുടെ വീട്ടിൽ നിന്ന് ഉയർന്നതുപോലെയുള്ള ദീനരോധനങ്ങൾ കേരള സമൂഹത്തിന് കേൾക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSCB AE ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും നടത്തി. മാർച്ചും ധരണയും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് KSCB AE ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കാൻ കരാർ ഒപ്പുവച്ചിരുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ കരാർ റദ്ദാക്കി ഗൗതം അദാനിക്ക് വേണ്ടി പുതിയ കരാർ ഒപ്പിട്ടതോടെ 2000 കോടിയുടെ അഴിമതിയാണ് പിണറായി സർക്കാർ നടത്തിയത് എന്നും KPCC ജനറൽ സെക്രട്ടറി S അശോകൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപിച്ചു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിന് അസംസ്കൃത വസ്തുക്കൾ വലിയ വില കൊടുത്ത് സമ്പാദിക്കേണ്ടി വരുമ്പോൾ ഇവിടെ ജലം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു നയാ പൈസ പോലും മുടക്കാതെ ജലം കിട്ടുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായി ഏറ്റവും കുറഞ്ഞ വിലയിൽ വൈദ്യുതി വിതരണം ചെയ്യേണ്ടതും കേരളത്തിലാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ വൈദ്യുതി നിരക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള
ജനദ്രോഹ നടപടിയിലേക്കാണ് പിണറായി സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിഷേധ പരിപാടികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് MK പുരുഷോത്തമൻ, MD അർജുനൻ, N പുരുഷോത്തമൻ, അനിൽ ആനിക്കനാട്ട്, PD ശോശാമ്മ, ജോസ് ഊരക്കാട്ട്, CP സലീം, ജോബി തയ്യിൽ, ജോബി ചാലിൽ, KM ജലാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് സമ്മേളനം നടത്തി. UDF ഇടുക്കി ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘങ്ങളിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പും നൽകി. സംഘടനയുടെ പ്രസിഡന്റായി S. ജയേഷ് കുമാർ, സെക്രട്ടറിയായി ലൂക്കോസ് സ്റ്റീഫൻ, ട്രഷററായി ബിബിൻ ക്ലമന്റ് എന്നിവരെ തിരഞ്ഞെടുത്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് 36ാമത് തൊടുപുഴ താലൂക്ക് സമ്മേളനം തൊടുപുഴ ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. UDF ഇടുക്കി ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വിവിധ കാലഘട്ടങ്ങളിൽ പല മുന്നണി ഗവൺമെന്റുകളും വന്നിട്ടുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിച്ചിട്ടുണ്ട്. വിവിധ കോഓപ്പറേറ്റീവ് മന്ത്രിമാര് നമുക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത്, പ്രത്യേകിച്ച് ഈ LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ദിശാബോധമില്ലാതെ കോഓപ്പറേറ്റീവ് മേഖലയെ എങ്ങനെ തകർക്കാം എന്നുള്ളതിനെപ്പറ്റി എനിക്ക് തോന്നുന്ന ഗവേഷണം നടത്തുകയാണ്. പല പരിഷ്കാരങ്ങളും തലതിരിഞ്ഞ പരിഷ്കാരങ്ങളാണ്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു. ഒന്ന്, ഗവൺമെന്റിന്റെ ഘടികാരസ്ഥിത കൊണ്ടുള്ള പുതിയ പദ്ധതികളൊന്നും വരാത്തത് കൊണ്ട്, പുതിയ തൊഴിലവസരങ്ങൾ വരാത്തത് കൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘങ്ങളിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. M. ജോസ്, ജോളി AD എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. തൊടുപുഴ ടൗൺ ബാങ്ക് പ്രസിഡന്റും PACS പ്രസിഡന്റുമായ K. ദീപക് മുഖ്യപ്രഭാഷണം നടത്തി. ഓൾ ഇന്ത്യ അവാർഡ് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ മികച്ച അധ്യാപകനുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ തൊടുപുഴ താലൂക്ക് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ബിജോയ് മാത്യുവിനെ ആദരിച്ചു. സഹകരണധാര എഡിറ്റർ UM ഷാജി, വഴുത്തല സഹകരണ ബാങ്ക് പ്രസിഡന്റ് ക്ലമന്റ് ഇമ്മാനുവൽ, അരിക്കുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ്, ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു, ജില്ലാ സെക്രട്ടറി ഷാജൻ ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം ടോം തോമസ്, സംസ്ഥാന കൌൺസിൽ അംഗം ജോജി സെബാസ്റ്റ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം ജിൻസൺ ജോസ് എന്നിവർ പ്രസംഗിച്ചു. എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് സെക്രട്ടറി S. ജയേഷ് കുമാർ സ്വാഗതവും ട്രഷറർ ബിബിൻ ക്ലമന്റ് നന്ദിയും പറഞ്ഞു. ഷാങ്ക്ലിൻ ജോസ്, ബെന്നി മാത്യു, ജോഷി V. മാത്യു, ദീപ ഷേർലി S., അജേഷ് P. രാജ്, KL അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘടനയുടെ പ്രസിഡന്റായി S. ജയേഷ് കുമാർ, സെക്രട്ടറിയായി ലൂക്കോസ് സ്റ്റീഫൻ, ട്രഷററായി ബിബിൻ ക്ലമന്റ് എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരളത്തിന്റെ വനനിയമത്തിൽ മാറ്റം വരുത്തുവാനുള്ള നീക്കത്തിൽ നിന്നും വനംവകുപ്പും സർക്കാരും അടിയന്തരമായി പിന്മാറണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ. അഖിലേന്ത്യാ കിസാൻ സഭ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചെറുതോണി PS നെപ്പോളിയൻ നഗറിൽ നടന്ന കർഷക സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഗസറ്റിലൂടെ തിരക്കിട്ടുള്ള നിയമ ഭേദഗതി അംഗീകരിക്കാനാകില്ല. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർക്ക് നേരിട്ട് കേസെടുക്കുവാനും കേസ് അന്വേഷിക്കുവാനും അവർ ലക്ഷ്യം വയ്ക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കുവാനും അവരുടെ വീടും ഭൂമിയും വാഹനവും പരിശോധിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭേദഗതിയുടെ കരട് രൂപമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും സാധാരണ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. പോലീസിന്റെ അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിലേക്ക് കൈമാറുന്ന തരത്തിലാണ് പുതിയ നിയമ ഭേദഗതിയുള്ളത്. ഇത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇടക്കാല വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയിലെ 6 ലക്ഷത്തിൽ പരം വരുന്ന കുടുംബങ്ങളെയും 33 വില്ലേജിലെ ജനങ്ങളെയും സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിധി ഉണ്ടായിട്ടുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന, വലിയ പ്രതിസന്ധി കാർഷിക മേഖലയിലെ കൃഷിക്കാർക്കുണ്ടാക്കുന്ന, നമ്മുടെ ജില്ലയിലെ മുന്നോട്ടുള്ള പോക്കിന് വലിയ തടസ്സമുണ്ടാക്കുന്ന, നമ്മുടെ ജില്ലയിലെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള ആ ഇടക്കാല വിധിയുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ സ്വീകരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭയടക്കമുള്ള സംഘടനകൾ കേരളത്തിലെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. കിസാൻ സഭ സംസ്ഥാന കൌൺസിൽ അംഗം ജോയി വടക്കേടം അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ MK പ്രിയൻ സ്വാഗതം ആശംസിച്ചു. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ്, ജില്ലാ സെക്രട്ടറി TC കുര്യൻ, വിവിധ രാഷ്ട്രീയ കക്ഷി കർഷക സംഘടനാ നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ, ജോയി വർഗീസ്, ബിജു ഐക്കര, സിനോജ് വള്ളാടി, ജോസഫ് കടവൻ, TJ റോബിൻസ്, സജി പെരുമ്പള്ളി, CP അബ്രഹാം, വിൻസെന്റ്, PT സദാശിവൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളന്തേശം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം നടത്തി. കോടിക്കുളം സെന്റ് ആൻസ് പാരിഷ് ഹാളിൽ ചേർന്ന യോഗം BEFI സംസ്ഥാന ജനറൽ സെക്രട്ടറി N സനൽ ബാബു ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണ് എന്ന 1982 ഡിസംബർ 17 പരമോന്നത നീതിപീഠത്തിന്റെ സുപ്രധാന വിധി നിലവിൽ വന്നിട്ട് 4 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പെൻഷൻ അടക്കം വിവിധ ആനുകൂല്യങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കൈമാറി പെൻഷന്റെ സംവിധാനം തന്നെ അട്ടിമറിക്കപ്പെടാനുള്ള നീക്കങ്ങൾ വ്യാപകമായ ഈ കാലഘട്ടത്തിൽ പെൻഷൻ എന്നത് ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളംദേശം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷന് ദിനാചരണം നടത്തി. കോടിക്കുളം സെന്റ് ആൻസ് പാരിഷ് ഹാളിൽ ചേർന്ന യോഗം BEFI സംസ്ഥാന ജനറൽ സെക്രട്ടറി N സനൽ ബാബു ഉദ്ഘാടനം ചെയ്തു. വളരെ അഭിമാനത്തോടുകൂടി ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഈ നാടിനു വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള വലിയ പ്രയത്നത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ചെറിയ ആനുകൂല്യം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പോകേണ്ടി. ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ രാവിലെ 10 മണിക്ക് 10:30 മണിയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. 10:30 മണിക്ക് തന്നെ ഞാൻ വരുമ്പോൾ നല്ല രീതിയിലുള്ള പങ്കാളിത്തം. ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കുള്ളത്. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് മോളിക്കുട്ടി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗം MJ മേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം NA ജെയിംസ്, NR നാരായണൻ, CV ജോർജ്, K ശശിധരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. സെക്രട്ടറി S രാജീവ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി TK ബാബു കൃതജ്ഞത അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ജനദ്രോഹപരമായ കേരള വന നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. അഗസ്റ്റിൻ കള്ളിക്കാട്ട്, KA പരീത്, പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ജനദ്രോഹപരമായ പുതിയ വനം ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കേരള കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. മജിസ്ട്രേറ്റിന്റെ അധികാരമോ വാറന്റോ ഇല്ലാതെ സ്വന്തം പറമ്പിൽ നിന്ന് വനത്തിലേക്ക് ഒന്ന് നോക്കിയാൽ പോലും അവനെതിരെ കേസെടുക്കാനും ശത്രുതയുള്ളവരെ എല്ലാം പിടിച്ച് പീഡിപ്പിക്കാനും ജയിലിലടയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് പുതിയ വനം ഭേദഗതി ബില്ലിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പ്രവർത്തകർ പറഞ്ഞു. അഗസ്റ്റിൻ കള്ളിക്കാട്ട്, KA പരീത്, CH ഇബ്രാഹിംകുട്ടി, ജോസഫ് തൊട്ടിത്താഴത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ, ബ്ലോക്ക് മെമ്പർ ഗ്ലോറി പൌലോസ്, പഞ്ചായത്ത് മെമ്പർമാരായ മാത്യു പാലംപറമ്പിൽ, ഷേർലി അഗസ്റ്റിൻ, ബേബി ചൂരാപ്പൊയ്കിൽ, സണ്ണി തറയിൽ, സജീവൻ ചെമ്പൻപുരയിടം, ജെയിൻ മ്ലാക്കുഴി, TH ഈസ, സണ്ണി ആരനോലിക്കൽ, സോയി തുറവയ്ക്കൽ, രഞ്ജിത്ത് മനപ്പുറത്ത്, ജോബി തീക്കുഴിവേലിൽ, സന്തു കാടൻകാവിൽ എന്നിവർ ഉൾപ്പെടെ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തു. അഖില കേരള പ്രൊഫസർ AT ജോൺ മെമ്മോറിയൽ NCC ഫെസ്റ്റ് സമാപിച്ചു. ഇടുക്കി ജില്ലാ സെഷൻസ് ജഡ്ജ് PS ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. 18 കേരള കമാൻഡിംഗ് കേണൽ പ്രശാന്ത് നായർ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ മത്സരം മുൻ സന്തോഷ് ട്രോഫി താരവും ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായ PA സലീംകുട്ടി ഉദ്ഘാടനം ചെയ്തു. NCC കേഡറ്റുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി 18 കേരള ബറ്റാലിയനുമായി സഹകരിച്ച ന്യൂമാൻ കോളേജ് NCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രൊഫസർ AT ജോൺ മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ കോളേജിയേറ്റ് NCC ഫെസ്റ്റ് ഇഗേഷ്യ സമാപിച്ചു. കോളേജിലെ മുൻ അസോസിയേറ്റ് NCC ഓഫീസറും മലയാള വിഭാഗം മേധാവിയുമായിരുന്ന പ്രൊഫസർ AT ജോണിന്റെ അനുസ്മരണാർത്ഥം നടത്തിവരുന്ന ഫെസ്റ്റിന്റെ 5ാമത്തെ എഡിഷനാണ് ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലാ സെഷൻസ് ജഡ്ജ് ശശികുമാർ PS ഉദ്ഘാടനം നിർവഹിച്ചു. DYFCയും ഒക്കെ അടങ്ങുന്ന എല്ലാം അങ്ങനെയാണ് ഈ കോളേജിൽ നിന്ന് ക്യാപ്റ്റൻ ചേർന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ഇങ്ങനെ പറഞ്ഞു, NCC കേഡറ്റ്സിന്റെ പ്രാധാന്യം, അവരുടെ പ്രത്യേകതയെക്കുറിച്ച്. അപ്പോൾ എല്ലാവിധ സഹായങ്ങളും ഈ കോളേജിൽ നിന്ന് അന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ NCC ആയാണ്, ഞാനും NCCക്കാരനാണ് എന്ന് അറിയാതെ വായിൽ നിന്നത്. ചടങ്ങിൽ 18 കേരള കമാൻഡിംഗ് കേണൽ പ്രശാന്ത് നായർ അധ്യക്ഷത വഹിച്ചു. 18 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, ന്യൂമാൻ കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു, മിനിമോൾ A ജോൺ, കോളേജ് ബർസാർ ബെൻസൺ N ആന്റണി, സുബേദാർ മേജർ സുഖ്ജീത് സിംഗ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300ഓളം കേഡറ്റുകൾ പങ്കെടുത്ത ഫെസ്റ്റിൽ ഗാർഡ് ഓഫ് ഓണർ, വടംവലി, ഫുട്ബോൾ എന്നീ മത്സരങ്ങളാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ മത്സരം മുൻ സന്തോഷ് ട്രോഫി താരവും ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായ PA സലീംകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗാർഡ് ഓഫ് ഓണർ മത്സരത്തിൽ സെന്റ് തോമസ് കോളേജ് തൃശൂർ 1ാം സ്ഥാനവും സെന്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി 2ാം സ്ഥാനവും കരസ്ഥമാക്കിയപ്പോൾ ആൺകുട്ടികളുടെ വിഭാഗം വടംവലി ന്യൂമാൻ കോളേജ് 1ാം സ്ഥാനവും നിർമ്മല കോളേജ് മൂവാറ്റുപുഴ 2ാം സ്ഥാനവും നേടി. വടംവലി വനിതാ വിഭാഗത്തിൽ ന്യൂമാൻ കോളേജ് 1ാം സ്ഥാനവും സെന്റ് ജോർജ് കോളേജ് അരുവിത്തുറ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഫുട്ബോൾ മത്സരത്തിൽ TM ജയം മണിമലക്കുന്നിന് 1ാം സ്ഥാനവും ന്യൂമാൻ കോളേജിന് 2ാം സ്ഥാനവും ലഭിച്ചു. ഫെസ്റ്റ് സമാപന സമ്മേളനത്തിൽ 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ ജേതാക്കൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു.
വിവിധ കർമ്മ പരിപാടികൾക്ക് സീനിയർ അണ്ടർ ഓഫീസർ ആദർശ് എസ്, സാരംഗ് ഷാജി, ഐഡൻ കുര്യൻ, അനശ്വർ പ്രകാശ്, സ്റ്റൽബിൻസ് ജോസഫ്, സെവിൻ വിനോദ്, അഭിജിത്ത് ബിജു, ഹെലന വി അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇനിയൊരു കരോൾ ഗാനം. വണ്ണപ്പുറം മാർസ്ലിവ ടൗൺ പള്ളി മാതൃവേദി അംഗങ്ങൾ ആലപിച്ച ഈ മനോഹര ഗാനത്തിന് ഫൊറോനാതല കരോൾ ഗാന മത്സരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചു. 2024 ക്രിസ്മസ് ആഗതമാകുന്നു. ക്രിസ്മസിന് നാടകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വണ്ണപ്പുറം മാർസ്ലിവ ഇടവകയിലെ മാതൃവേദി അംഗങ്ങൾ മോഡറേറ്ററിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കരോൾ ഗാനം ഇവിടെ ആലപിക്കപ്പെടുകയാണ്. ക്രിസ്മസിനുള്ള ഒരുക്കം നമ്മുടെ മനസ്സിൽ നടത്തുന്നതോടൊപ്പം തന്നെ ബാഹ്യമായ ഒരുക്കം കൂടിയാണ് നമുക്കറിയാം. ബഹുമാനപ്പെട്ട കൊച്ചുചൻ എന്നൊരു ഗായകനാണ്. സിസ്റ്റർ ഷൈനി ഗ്രേസും നമ്മോടൊപ്പം ഉണ്ട്. മോഡറേറ്റർ മദറുണ്ട്. ഈ സംഘം ഒന്നുചേർന്ന് ആലപിക്കുന്ന ഈ മനോഹരമായ കരോൾ ഗാനം നമുക്ക് ആസ്വദിക്കാം. ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും എല്ലാവർക്കും പ്രത്യേകമായി ആശംസിക്കുന്നു. താരകങ്ങൾ മിന്നിടും മാലോകർ പാടിടും മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. താരകങ്ങൾ മിന്നിടും മാലോകർ പാടിടും മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. മഞ്ഞും മാമലയും പൂച്ചൂടും രാവിൽ കുഞ്ഞിളം കൈകളിൽ പൊൻവീണ മീട്ടി. മഞ്ഞും മാമലയും പൂച്ചൂടും രാവിൽ കുഞ്ഞിളം കൈകളിൽ പൊൻവീണ മീട്ടി. സ്വർഗീയ സൈന്യങ്ങൾ ദൂതുമായി എത്തുന്നു കുഞ്ഞു പൈതലിൻ കാഴ്ചയേകിടാനായി. സ്വർഗീയ സൈന്യങ്ങൾ ദൂതുമായി എത്തുന്നു കുഞ്ഞു പൈതലിൻ കാഴ്ചയേകിടാനായി. താരകങ്ങൾ മിന്നിടും മാലോകർ പാടിടും മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. താരകങ്ങൾ മിന്നിടും മാലോകർ പാടിടും മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. ലല്ലല്ലാലല്ല ലല്ലല്ലല്ലല്ലാലല്ല ലല്ലല്ലാലല്ല ലല്ലല്ലല്ലല്ലാലല്ല ലല്ലല്ലാലല്ല ലല്ലല്ലല്ലല്ലാലല്ല ലല്ലല്ലാലല്ല ലല്ലല്ലല്ലല്ലാലല്ല. മിന്നും താരങ്ങൾ കൺചിമ്മിടാതെ കോകിലനാദത്തിൻ കാതോർത്തിരിപ്പു. മിന്നും താരങ്ങൾ കൺചിമ്മിടാതെ കോകിലനാദത്തിൻ കാതോർത്തിരിപ്പു. സ്നേഹത്തിൻ ദീപമായി രാജാക്കളെത്തുന്നു പുണ്യരാവിതിൽ ഓർമ്മയേകിടാനായി. സ്നേഹത്തിൻ ദീപമായി രാജാക്കളെത്തുന്നു പുണ്യരാവിതിൽ ഓർമ്മയേകിടാനായി. താരകങ്ങൾ മിന്നിടും മാലോകർ പാടിടും മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. താരകങ്ങൾ മിന്നിടും മാലോകർ പാടിടും മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോൺട്രാക്ട് ആൻഡ് കാഷ്വൽ ലേബർ യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടത്തി.
സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ആർ വിജയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോൺട്രാക്ട് ആൻഡ് കാഷ്വൽ ലേബർ യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴ ബാപ്പുട്ടി ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ആർ വിജയകുമാർ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്കിൽ ജോലി ചെയ്യുന്ന ഹൌസ് കീപ്പിംഗ് ജീവനക്കാർ നേരിടുന്ന ചൂഷണം അവസാനിപ്പിക്കുന്നതിനായി സഫായി കർമ്മചാരി ദേശീയ അധ്യക്ഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അടിയന്തരമായി തന്നെ ബാങ്ക് നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് രാജാമണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PJ സൈനബ സ്വാഗതവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിന്ദു തങ്കപ്പൻ നന്ദിയും പറഞ്ഞു. ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സുമേഷ് ജി, ജില്ലാ സെക്രട്ടറി ശ്രീകല സാജൻ, NCBE കേന്ദ്ര കമ്മിറ്റി അംഗം MP രാജീവ്, NCBE ഇടുക്കി ജില്ലാ സെക്രട്ടറി S അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീമ പരീദ് രാജിവെച്ചു. UDF മുന്നണി ധാരണാപ്രകാരമാണ് രാജി. വൈസ് പ്രസിഡന്റ് സ്ഥാനം ആദ്യത്തെ 4 വർഷം മുസ്ലിം ലീഗിനും 1 വർഷക്കാലം കോൺഗ്രസിനുമെന്നായിരുന്നു ധാരണ. ഇതിൻ പ്രകാരം ടേം പൂർത്തിയായതിനെ തുടർന്നാണ് റഹീമ പരീദ് രാജിവെച്ചത്. നിലവിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ അനീഷും രാജിവെച്ചു. നിലവിൽ മുള്ളൻകുത്തി 11ാം വാർഡിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ള കോൺഗ്രസ് പ്രതിനിധിയാണ് ദിവ്യ അനീഷ്. ന്യൂയോർക്കിലെ ആദ്യകാല മലയാളിയും ട്രാവൽ ഏജൻസി ഉടമയുമായ തോമസ് ഇ മാത്യു ഇലവുങ്കൽ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഡിസംബർ 21 ശനിയാഴ്ച. തൊടുപുഴ തലയനാട് സ്വദേശിയായ തോമസ് മാത്യു 1973 കുടുംബസമേതം അമേരിക്കയിൽ എത്തുന്നത്. ന്യൂയോർക്കിലെ ആദ്യകാല മലയാളിയും ട്രാവൽ ഏജൻസി ഉടമയുമായ തോമസ് ഇ മാത്യു ഇലവുങ്കൽ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ഡിസംബർ 21 ശനിയാഴ്ച. തൊടുപുഴ തലയനാട് സ്വദേശിയായ തോമസ് മാത്യു 1973 കുടുംബസമേതം അമേരിക്കയിലെത്തുന്നത്. അതിനു മുൻപ് ഡൽഹിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് എഡിറ്ററായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സ്വന്തമായി ട്രാവൽ ഏജൻസി ആരംഭിച്ച് ബിസിനസ് രംഗത്ത് കാലുറപ്പിച്ച അദ്ദേഹം ട്രൈ സ്റ്റേറ്റിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും സജീവമായിരുന്നു. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ്, സീറോ മലബാർ കാത്തോലിക് കോൺഗ്രസ് തുടങ്ങിയവയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ച ഇദ്ദേഹം വെസ്റ്റ് ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റായും സേവനം ചെയ്തിട്ടുണ്ട്. കൂടാതെ മാധ്യമപ്രവർത്തകൻ, പ്രാസംഗികൻ തുടങ്ങിയ രംഗങ്ങളിലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മലയാള ഭാഷയും സംസ്കാരവും വരും തലമുറയെ പരിചയപ്പെടുത്താൻ മലയാളം സ്കൂൾ ആരംഭിക്കുവാൻ മുൻകൈയെടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രോങ്സ് സെയിൻസ് തോമസ് സീറോ മലബാർ കത്തോലിക്ക ഇടവക അംഗമാണ്. ഭാര്യ ചാലക്കുടി ചക്കാലക്കൽ കുടുംബാംഗം മേരി. മക്കൾ ലെവിൻ, ലിസ, ലിൻസൺ. മരുമക്കൾ അനീഷ, മോസ്, ആലിയ. സണ്ണി മാത്യു ഇലവുങ്കൽ, സണ്ണി മാത്യു ട്രാവൽസ്, ലാലി ജോസ് ഞാറക്കുന്നേൽ തുടങ്ങിയവർ സഹോദര മക്കളാണ്. പാല അൽഫോൺസ കോളേജിലെ 2ാം വർഷ ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥിനിയായ നേമറ്റ് ആൻഡ് അങ്ങാടിയത്തിന്റെ ആദ്യത്തെ പുസ്തകമാണ് അൺടെതേഡ്. കരിമണ്ണൂരിനടുത്തുള്ള നെയ്യശ്ശേരി ഗ്രാമത്തിൽ അങ്ങാടിയത്ത് കുടുംബത്തിൽ രാജേഷ് പോളിന്റെയും ജിജി മോളുടെയും മൂത്ത മകളാണ് നേമറ്റ്. ഒരു കൗമാരക്കാരി തന്റെ ഇഷ്ടങ്ങളും കഷ്ടങ്ങളും സന്തോഷങ്ങളും വികാരങ്ങളും വാക്കുകൾ കൊണ്ട് വരച്ചിടുന്ന കവിതകളുടെ സമാഹാരം. വായിക്കുന്ന ഓരോ ആൾക്കും ഇത് തന്റെ തന്നെ അനുഭവങ്ങളുടെ പകർപ്പല്ലേ എന്ന് തോന്നിപ്പോവുക വഴി ഈ സമാഹാരത്തിലെ കവിതകൾ എല്ലാവരുടെയും കവിതയായി മാറുന്നതായി നേമറ്റ് പറഞ്ഞു. ഒപ്പം താൻ ഒറ്റയ്ക്കല്ല എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. എൻ്റെ ആദ്യ പുസ്തകമാണ് അൺടെതേഡ്. ഇത് ആക്ച്വലി ഒരു കളക്ഷൻ ഓഫ് പോയിംസ് ആണ്. 23 പോയിംസ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇതൊരു ചെയിൻ ഓഫ് പോയിംസ് അല്ല, ഓരോ പോയം ഒരു ഇൻഡിവിജ്വൽ തീമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തൊരു കണക്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെയിൻ ഓഫ് ഇമോഷൻസ് ആണ്. ഹ്യൂമൻ ഇമോഷൻസ്, ഹ്യൂമൻ വൾനറബിലിറ്റി, പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസസ്, അങ്ങനെയെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളൊരു പോയമാണ്. ആൻഡ് ദിസ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ എനിക്കിത് വായിക്കുന്നവർക്ക് ഒരു അഷ്വറൻസ് തരാൻ പറ്റുക എന്താണെന്ന് വെച്ചാൽ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് 1-2 പോയിമെങ്കിലും നിങ്ങളുടെ ലൈഫിനോട് റിലേറ്റബിൾ ആയിട്ട് ആണ് നിങ്ങൾക്ക് എന്തായാലും പറ്റുക എന്നുള്ളതാണ്. ആമസോണിൽ പുസ്തകത്തിന്റെ വിൽപ്പന ആരംഭിച്ചു. വായനക്കാരിൽ നിന്നും തുടക്കത്തിലെ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വനം നിയമ ഭേദഗതി മലയോര കർഷകരുടെ മരണമണിയാണെന്ന് അഡ്വക്കേറ്റ് PC ജോസഫ് XMLA വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വൈദ്യുത ചാർജ് വർധനയ്ക്കെതിരെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റി KSCB AE ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണാ സമരവും നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫെഡ് തൊടുപുഴ താലൂക്ക് സമ്മേളനം നടത്തി. UDF ഇടുക്കി ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു.
കേരളത്തിന്റെ വനനിയമത്തിൽ മാറ്റം വരുത്തുവാനുള്ള നീക്കത്തിൽ നിന്നും വനം വകുപ്പും സർക്കാരും അടിയന്തരമായി പിന്മാറണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളദേശം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം നടത്തി. BEFI സംസ്ഥാന ജനറൽ സെക്രട്ടറി N. സനിൽ ബാബു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.